أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب. സല്ലല്ലാഹു. മൂന്ന് വിഭാഗത്തെ എണ്ണി. ഒന്ന് സൗഭാഗ്യവാന്മാർ വലതുപക്ഷം, രണ്ട് നിർഭാഗ്യവാന്മാർ ഇടതുപക്ഷം, മൂന്ന് എല്ലാത്തിലും മുൻകടന്ന അള്ളാഹുവിന്റെ മുഖറബീങ്ങൾ. അതിൽ സാബിഖീങ്ങളുടെ മഹത്വവും അവർക്കുള്ള നാളത്തെ സൗകര്യവുമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അല്ലാഹ് കണ്ട മൂന്ന് വിഭാഗത്തിൽ നിന്ന് അസ്ഹാബുൽ യമീനെ സെപ്പറേറ്റ് പറയാൻ. അസ്ഹാബുൽ യമീൻ, ഈ അസ്ഹാബുൽ യമീൻ എന്താണ്? ഇവരെ കുറിച്ച് നേരത്തെ ഉപയോഗിച്ചത് അസ്ഹാബുൽ മൈമന എന്നാണ്. ഇവിടെ വന്നപ്പോ അസ്ഹാബുൽ യമീനായി. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ആ രണ്ട് സ്ഥലത്ത് രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ ഭാഷാപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യമില്ല. അസ്ഹാബുൽ യമീൻ വലതുപക്ഷം, മാ അസ്ഹാബുൽ യമീൻ, അവരുടെ അവസ്ഥ എന്താന്ന് തങ്ങൾക്ക് അറിയാം. വിഷയത്തിന്റെ ഗൗരവത്തെ ഉണർത്താൻ ആദ്യം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലും കാണാം. അൽ ഖാരിയ മൽ ഖാരിയ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. കണ്ടോ? അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കാണാം. എന്നപോലെ മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? ഭയങ്കര സംഭവിച്ചു പറയാം. അവൻ ആരാ നിങ്ങൾക്ക് അറിയാന്ന് നോക്കില്ലേ നമ്മള്? അവൻ ആരാ നിങ്ങൾക്ക് അറിയോ? വലതുപക്ഷത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? എന്നിട്ട് അള്ളങ്ങനെ പറയാം. ത്വായിഫില് പ്രത്യേകതരം കുറെ ഇലന്തപ്പഴത്തോട്ടുണ്ടായിരുന്നു, വാഴപ്പഴത്തോട്ടം. ഒരുപാട് ആളുകൾ അവിടുന്ന് ഇലന്തപ്പഴം കഴിക്കാനായിട്ട് വരും. കാരണം ആ ഇലന്തപ്പഴത്തിന്റെ ഒരു പ്രത്യേകത അറബ് നാട്ടിൽ ഇല്ലാത്ത മധുരം അതിനുണ്ടായിരുന്നു. അത്ര മനോഹരമായ പഴവും മധുരകരമായ പഴവും. അപ്പൊ ഇതിങ്ങനെ പൊട്ടിച്ചു നിന്നുമ്പോ അവരിങ്ങനെ ചർച്ച ചെയ്തു, ഇങ്ങനത്തെ പഴങ്ങളൊക്കെ സ്വർഗത്ത് കിട്ടുമെന്ന്. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഏലന്തമരം വന്നത്. ഇനി വരുന്നത് ഏലന്തമരാണ്. അസ്ഹാബുൽ യമീൻ, അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? ഫീ സിദ്രിൻ മഖ്ദൂദ്, മുള്ളില്ലാത്ത എലന്തമരത്തോട്ടത്തിലാണ്. ആ ത്വായിഫിലുള്ള എലന്തമരത്തിന് മുള്ളുണ്ടായിരുന്നു. അങ്ങനെ എലന്തപ്പഴം എന്ന് പറഞ്ഞാൽ സാധാരണ മുള്ളുള്ള പഴമാണ്, ഷൗക്കുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ കഴിക്കുമ്പോഴാണ് ഇവര് പറഞ്ഞത് ഇതൊരു സ്വാദിഷ്ടകരമായ പഴമാണ്, ഇതെങ്ങാനും സ്വർഗത്ത് കിട്ടുമെന്ന് വെച്ചപ്പോ അള്ളാഹ് ഇറക്കാണ്. ഇതല്ല, ഇതിന് മുള്ളുണ്ടല്ലോ, അവിടെ കിട്ടണ മുള്ളില്ലാത്തതായിരിക്കും. മുള്ളുള്ളതാകുമ്പോ നമ്മൾ ഈ കരിമീൻ കഴിക്കണ കാര്യമായിരിക്കും. കരിമീൻ നിങ്ങൾ കഴിക്കാറില്ലേ? കരിമീൻ, അതെ അല്ലേ? കരിമീൻ നല്ല ടേസ്റ്റുമാണ്. സൂക്ഷിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ആശുപത്രി പോകാൻ വേണ്ടി വരും. കാരണം അത്ര മൂർച്ചുള്ള മുള്ളായിരുന്നു. സാധാരണ മത്തിന്റെ അയലിന്റെ മുള്ളല്ല, നല്ല മൂർച്ചുള്ള മുള്ള. നിങ്ങൾ കഴിച്ചില്ല? ഇതിന് കുറെ കേറിക്കണമെന്ന് മനസ്സിലായിട്ടുണ്ട്. കരിമീൻ, കരിമീൻ എനിക്കും നല്ല മുള്ള് പഠിച്ചിട്ടിപ്പോ കഴിക്കാനില്ല. അപ്പൊ സാധനം നല്ലതാണ്, രസം ഉണ്ടാവും, പക്ഷെ മുള്ളായിരിക്കും. അതിന് ചില പഴങ്ങളുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ മുള്ളായിരിക്കും. പ്രകൃതി ചിരിക്കുകയാണല്ലോ കരിമീൻ പറഞ്ഞപ്പോ. വന്നിരുന്നോ? അങ്ങനെ ഉറങ്ങണുണ്ട് ചിരിക്കണുണ്ട്. ഈ മീൻ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവേ. ഫീ സിദ്രിൻ മഖ്ദൂദ്, മുള്ളില്ലാത്ത എലന്തമര തോട്ടത്തിലാണ്. അത് വാഴപ്പഴത്തോട്ടാണ്. മംദൂദ് എന്ന് പറഞ്ഞാൽ അട്ടിയായി അതിൽ വാഴപ്പഴം കൊലച്ച് നിൽക്കേണ്ടതാണ്. നമ്മളെ സാധാരണ തോട്ടത്ത് പോയാല് എവിടെയെങ്കിലും ഒരു കൊല ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്ന് പഴുത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല, അത് അട്ടിയായിട്ട് ഇങ്ങനെ കൊലച്ചിട്ട് എല്ലാം ഇങ്ങനെ തൂങ്ങി നിൽക്കുക വാഴപ്പഴം. അങ്ങനെ തോട്ടം തന്നെ. സുബ്ഹാനല്ലാഹ്, എന്താ അതിന്റെ രസല്ലേ? ദീർഘമായ നിഴലാണ് എന്നുണ്ട്. എന്ന് പറഞ്ഞാല്
യസീറു റാകിബു ഇന്ന ഫിൽ ജന്നത്തി ലശജറത്തൻ യസീറു റാകിബു തഹത ളില്ലിഹാ മിഅത ആം മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ ചില മരങ്ങളുണ്ട്. ആ മരത്തിന്റെ അടിയിൽ അവിടെ ഭാര്യ ഭർത്താക്കന്മാര് ചിലപ്പോ ഊർലിയങ്ങളായിരിക്കും, ഇഷ്ടമുള്ള പെണ്ണുങ്ങളായിട്ട് വരാം. അവിടെ ഇപ്പൊ ഇന്ന പെണ്ണുങ്ങളൊന്നുമില്ല, അത് നമുക്ക് നിശ്ചയിക്കപ്പെട്ട പെണ്ണുങ്ങളുണ്ടോ, അതൊക്കെ അവിടെ സംഭവിക്കുള്ളൂ, അല്ലാത്തൊന്നും അവിടെ സംഭവിക്കൂല. നമുക്കുള്ള പെണ്ണുങ്ങള് അവരിൽ ഇഷ്ടമുള്ള വരും, മറ്റവർക്ക് ഒരു അസൂയൊട്ട് വരൂല്ല. ഇപ്പൊ നിങ്ങളെ ഭാര്യമാരോട് പറഞ്ഞു നോക്കാണ് ഞാൻ വേറൊന്ന് കെട്ടാൻ പോകണ്ടെന്ന്. ഞാൻ വെറുതെ പരിശോധിച്ചേക്കണേ, ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പറഞ്ഞു നോക്കി. അപ്പൊ എന്നോടറിഞ്ഞ അവന്റെ മയ്യത്തുങ്ങൾ നിസ്കരിക്കേണ്ടിരുന്നു. സംഗതി ഉണ്ടാവൂല, കാരണം ഇവർക്ക് അത് അതിന്റെ അപ്പുറത്തൊന്നും ചിന്തിക്കാൻ പറ്റൂല. അങ്ങനെയാണ്, അതിന്റെ അപ്പുറത്തൊന്നും ചിന്തിക്കാൻ പറ്റൂല. മുമ്പ് കേട്ടിട്ടുണ്ട് ഏതോ സ്ഥലത്ത് പെണ്ണുങ്ങളാണ്ട് കൂടി ആണുങ്ങൾ പുറഞ്ഞു ചെയ്ത്, അതിലെ ഓരോ ആണുങ്ങളും ഈ 2 ഭാര്യമാരെ സ്വീകരിക്കൽ നിർബന്ധമാണെന്ന് രാജാവിന് പ്രസ്താവനാക്കി, അല്ലാത്തവർ കൊല്ലുന്നാക്കി. ഉള്ളാണോ ഇല്ലാത്തോന്ന് അറിയില്ല, എവിടെ വായിച്ചതാ, ഈ തവിലൊന്നല്ല, ഒരു മലയാള പുസ്തകത്തിൽ. അങ്ങനെ എല്ലാരും കെട്ടാൻ തീരുമാനിച്ചു. പരമാവധി കരച്ചിലും പിടിച്ചിലും ബോധം കെട്ട് വിലൊക്കെ ആയിട്ട് സംഗതി കുറെ കാര്യങ്ങൾ ഇങ്ങനെ കല്യാണം നടന്നുകൊണ്ടിരിക്കുക. അതിലൊരു പെണ്ണ് എങ്ങനെ ആയാലും പുതിയാപ്പണിന് സമ്മതിക്കണില്ല, കെട്ടാൻ പറ്റൂല. അയാള് കല്യാണം കഴിക്കേണ്ട ഡേറ്റ് ആൾക്ക് കൊടുത്ത ഡേറ്റ് ആണെങ്കിൽ നാളെയാണ്, അത് തലേന്ന് 2 ആളും കൂടി ഇങ്ങനെ ഉറങ്ങാം. അപ്പൊ ഇയാൾ ഉറങ്ങണില്ല, ഉറങ്ങിക്കൊള്ളിയുന്നു. നാളെപ്പോ ഒന്നുകിൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ തൂക്കുമാര് 2 ആളൊന്നായിരിക്കുമല്ലോ. അത് സാറിൽ നിങ്ങൾ ഉറങ്ങിക്കോളി, നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലി ഇട്ടിക്കൊള്ളുന്ന. തൂക്കുമരത്തിൽ ഏറിയാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ കഴിക്കാൻ പെടൂല. നിങ്ങൾ ഉറങ്ങിക്കോളി, മരിച്ചാല് ഷഹീദിന്റെ കൂലി ഇട്ടിക്കൊള്ളുക. അതാണ് പെണ്ണുങ്ങളെ പൊതുവുള്ള ഒരവസ്ഥ. അവിടെ അങ്ങനെയല്ല. നമ്മളൊരു പെണ്ണിനായിട്ട് നടക്കുന്നുണ്ടാ മറ്റൊരു പെണ്ണിന് പ്രയാസമോ കണ്ണുകടിയൊന്നുമില്ല. ഒരു യാത്ര പോയിക്കോളി, മരത്തിന്റെ അടി പോയിക്കോളി, നമുക്ക് ഇഷ്ടമുള്ള അതിനായിട്ട് എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ആ മരത്തിന്റെ തണല്. ഈ മരത്തിന്റെ തണലും കമിതാക്കളും തമ്മിലുള്ള ബന്ധം ഇത്തിരി പ്രായം കൂടിയ ആളുകൾക്ക് അറിയാൻ കുറച്ച് പ്രയാസം. അവിടുന്ന് എല്ലാവർക്കും അറിയട്ടോ. പക്ഷെ ഇതിൽ ചെറുപ്പക്കാരെ കുട്ടികളോട് ചോദിച്ചോക്കാണ് ഈ സാഹിത്യവും കാര്യങ്ങളൊക്കെ. കമിതാക്കളെ ലോകത്ത് ഏറ്റവും സൗന്ദര്യവും ഏറ്റവും സുഖം എന്താ അറിയോ? പാർക്കൊക്കെ പോവാ, ഒരു മരത്തിന്റെ അടിയിൽ എവിടെയെങ്കിലും പോയിരിക്കുക, എന്നിട്ട് കാറ്റുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരം ഇരിക്കുക. അതെന്നാണ് ഈ പറഞ്ഞത്. അവിടെ ഉണ്ട് അങ്ങനെ ഒരു പാർക്ക്. ആ പാർക്കിലൊക്കെ ഒന്ന് കയറി നിന്നിട്ട് കാറ്റുള്ളണെങ്കിൽ ഈ പാർക്ക് പോക്ക് കുറക്കും വേണ്ട, ഇവിടുത്തെ പാർക്കൊക്കെയുള്ള പോക്ക് കുറക്കും വേണം. ഇവിടെ ഇപ്പൊ വൈകുന്നേരം കണ്ട് പാർക്കൊക്കെ പോയാൽ അനൗദ്യോഗിക ഭാര്യ ഭർത്താക്കന്മാരാ, ഔദ്യോഗിക ഭാര്യ ഭർത്താക്കന്മാരല്ല. കാമ്പസിൽ കണ്ട് വരലാണ് കുട്ടികൾ. യൂണിവേഴ്സിറ്റിന്ന് കുറച്ച് കുട്ടികളോ, മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികളോ. കോഴിക്കോടൊക്കെ ഒന്ന് പോയി നോക്കി. ഞാൻ പോയിട്ടില്ല കേട്ടോ, ഞാൻ വൈകുന്നേരം പോയിട്ട് പരിശോധിച്ചിട്ടൊന്നല്ല. പോയി പരിശോധിച്ച ആൾക്കാർ പറഞ്ഞേ വിശ്വസിക്കുക. കോഴിക്കോടിന് മെഡിക്കൽ കോളേജിൽ നിന്ന് കുറെ കുട്ടികൾ പോകാണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറെ കുട്ടികൾ പോകാണ്ട്. ഈ കേരളക്കരയില് രാത്രി സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആൺകുട്ടികളുടെ റൂമിൽ സുബീഹ് വരെ ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ക്യാമ്പസുകൾ കേരളക്കരയിൽ. അവര് പറയാണ് സാറേ ഞങ്ങൾ രാവിലെ വരാം, ഞങ്ങൾ അപ്പോക്കന്റെ റൂമിക്ക് ഓടുന്ന പറഞ്ഞാൽ ക്ലാസ് മുടക്കരുത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രാവിലെ എത്തണം, ഉറങ്ങിയിട്ട് അവിടെ കൂടരുത്, രാത്രി ഫ്രീ ആണ്. കേരളക്കരയിലുണ്ട്. അവിടൊക്കെ മലപ്പുറം ജില്ലയിലടക്കം വലിയ വലിയ മാന്യന്മാരുടെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. നമുക്കൊരു വിഷയമില്ല, നമുക്ക് മാർക്ക് കിട്ടിയാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കാതെ. അപ്പൊ ഈ പോക്ക് കുറച്ചാലേ ആ പോക്ക് കിട്ടുള്ളൂ. അവിടെ ഉണ്ട് പാർക്ക്. സ്വർഗത്തിൽ മരങ്ങളുടെ തണലിൽ. ഏതാണ് തണലിന്റെ ദീർഘമായത്? 100 കൊല്ലത്തോളം ആ നിഴലിലൂടെ നടക്കാൻ പറ്റും. അത്രയും സുദീർഘമായ നിഴലായിരിക്കും ആ മരത്തിൽ നിന്ന് അവർക്ക് കിട്ടുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ക്ലാസ് എടുത്തിട്ടാ അസ്ഹാബുൽ യമീൻ ഈ ആയത്ത് ഇങ്ങനെ ഓതി. അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മംദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ്. ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ ഒരാള് നീറ്റിട്ട് ചോദിച്ചു,
എനിക്ക് അതിലാന്നാണ് കയറാൻ നിങ്ങൾ എന്തെങ്കിലും അമല് പറഞ്ഞിരുന്നു ഓല ആവേശം എനിക്ക് അസാബുല്ലമീന് പണം എന്നൊരു അമല് പറഞ്ഞിരുന്നു. അപ്പൊ വേറെ ആൾ ഈച്ചിട്ട് എന്താ അസാബുല്ലമീൻ ലോക്കലല്ലേ വേറെ ആള് എനിക്ക് അസാബുല്ലമീനൊന്ന് പോരാ. അപ്പൊ യൂനിവേഴ്സിറ്റി ചോദിച്ചു പിന്നെ എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് സാബിക്കൂന ഉലായിക്കൽ മുഖറബ് എന്നാണല്ലോ, അതിൽ വെട്ടാ മതി. അസാബുല്ലമീനൊക്കെ ലോക്കലാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹാഹുനാ റജുലുൻ മിസ്കീൻ യവദ്ദു അന്നഹു ലം യുബഅത്ത്. ഈ സദസ്സിലെ ഒരു മിസ്കീനായ സാധുവായ ഒരു മനുഷ്യനുണ്ട്. മൂപ്പർ ആഗ്രഹിക്കുന്നത് അസ്ഹാബുൽ അല്ല സാബിക്കും അല്ല. മൂപ്പർ ആഗ്രഹിക്കണേ മരിച്ചാ പിന്നെ രണ്ടാമതൊന്നും അള്ളാഹു ജീവിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. ഒരാൾക്ക് അസ്ഹാബുൽ അമീൻ പോരാ, മറ്റാൾക്ക് സാബിക്കങ്ങളിൽ പെടണം. അപ്പൊ ഇബ്നു മസ്ഊദ് പറയാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അസ്ഹാബുൽ അമീനാണോ സാബിക്കാണോ വേണ്ടതെന്ന് കടി പിടിക്കോളൂ. എന്നാ ഇതിലൊരു മിസ്കീനായ മനുഷ്യൻ ഇരിക്കുന്നു, മൂപ്പർ ആഗ്രഹിക്കുന്ന അത് അസ്ഹാബുൽ അമീനും അല്ല സാബിക്കങ്ങളും അല്ല. ആ ഊത്തിനേശം കബറൊന്നും അങ്ങോട്ട് പൊന്താതിരുന്നാ മതി. അതിലെല്ലാരും കൂടിയാണ് ഞെട്ടി. എന്തേ എടോ അസ്ഹാബുൽ അമീനും സാബിക്കൊക്കെ ഹിസാബ് കഴിഞ്ഞിട്ടല്ല, അതില് കുടുങ്ങി എന്താ കാട്ടുക? അതിലൊക്കെ ഉണ്ട് കരുന്നു. ഇതായിരുന്നു അവരെ ക്ലാസ്. കാരണം അവർക്ക് ഈ വർത്താനങ്ങളൊക്കെ തലേക്കും കൽപ്പും കണ്ട് കയറും. കാരണം ഇത് കടങ്കഥല്ലല്ലോ, ഇത് നാളെ നടക്കാൻ പോകണല്ലേ, നാളെ നടക്കണല്ലേ, കടങ്കഥല്ലല്ലോ. ഇത് പറഞ്ഞോടൊരു സഹസന നിയന്ത്രണമാണ് പോയി. എല്ലാരും ഉണ്ട് കാര്യം. അതുകൊണ്ട് ഞാൻ എല്ലാവരും സ്വർഗത്തിലാണ്. എന്തുകൊണ്ട്? അള്ളാഹിനോർത്ത് കരഞ്ഞോ നരകത്ത് പോവില്ല. മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ ക്ലാസ്സിലെ എസൻസ് ഇതാണ്. ഇതിലൊക്കെ കയറണമെങ്കിൽ വലിയൊരു അമലാണ്. ഒറ്റക്കാണ്ടിരിക്കുക, വാതില് കുറ്റിടൽ. ഇനി നരകത്ത് പോവില്ല. കരച്ചിലിപ്പോ ഞാനും നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയും കരഞ്ഞു. ഞാൻ ഇന്നലെ രാത്രിയും കരഞ്ഞു. കാരണം സ്റ്റേജിൽ വന്ന് സംഘാടകർ വന്നു പറയും 10 ലക്ഷം രൂപ പിരിച്ചു തരണം. അപ്പൊ നമുക്കുണ്ട് ഈ ബക്കറ്റ് കാണുമ്പോ ഒരു കരച്ചിൽ. ആ ഒരു കരച്ചിലോട് കൂടിയാണ് ബക്കറ്റ് അറിയാം. അതൊക്കെ മനസ്സിലായോ? ഇതിപ്പോ എന്നും നടത്തുന്ന ആളാണ് ഞാൻ. അതല്ല ഈ പറഞ്ഞത്. അള്ളാനെ പേടിച്ചിട്ട് ഒറ്റക്കുണ്ട് ഒരു കരച്ചിൽ. സംഘാടകർക്ക് വേണ്ടിയുള്ള കരച്ചിലല്ല. അത് ദ്വാന്റെ ഇടയിൽ മറ്റൊക്കെ എല്ലാവരും കരയില്ല. ഒറ്റക്ക് എങ്ങനെ ഇരിക്കുക? എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞെരിക്കം കണ്ട് ഇതിന്ന് ഒരു പൊട്ടൽ പൊട്ടാൻ, ഒരു ചീറ്റലും കണ്ട് വന്നിട്ട് കണ്ണങ്ങട്ട് നിറഞ്ഞ ഈ നരകത്ത് പോവുക. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. കുത്തിച്ചൊരിക്കപ്പെടുന്ന സമൃദ്ധമായ വെള്ളം. വെള്ളത്തിന് അവിടെ ദാരിദ്ര്യമില്ല. നമ്മൾ സാധാരണ ഒരു വീട് നോക്കുമ്പോ ആദ്യം നോക്കല് വെള്ളം ഉണ്ടോന്നല്ലേ. വീടൊക്കെ അല്ലാണ്, റോഡ് സൈഡിൽ തന്നെയാണ്. പക്ഷെ പറ്റൂല, കാരണം വെള്ള സൗകര്യം ഇല്ല. ഇവിടെ സാധാരണ പറഞ്ഞ വർത്താനാണ്, അതുകൊണ്ട് പറ്റൂല. എന്റെ ആണ്ട് വേണ്ടോ സംഗതി വലിയ വീടാണ്, പടുത്തുണ്ടാക്കി തന്നെയാണ്. എന്നാ ഉറ്റുഭാഗത്ത് വെള്ള സൗകര്യം ഇല്ല, വൽക്കരണം വെച്ചാല് വെള്ളം കിട്ടൂല. ആ പിന്നെ ഇനി എത്ര കിട്ടിയാലും ആ ഭൂമി എടുക്കൂല. സ്വർഗത്തിൽ ഉണ്ടെന്ന അപ്രശ്നമില്ല. അതാണ് മസ്കൂബ്, ചൊരിക്കപ്പെടുന്ന സമൃദ്ധമായ ജലം. ധാര വേണ്ടത്. അപ്പൊ ഇത് സഹാബാക്കൾ അങ്ങനെ വിടുന്നില്ല. അവര് ചോദിക്കും അന്ന് മഴ ചെയ്യുമെന്ന് വെച്ചാൽ അവരിങ്ങനെ നമ്മളെ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം കണ്ട് മുണങ്ങുന്നല്ല. അവര് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതൊന്നല്ല, അത് അന്തരീക്ഷത്തിന് പ്രത്യേകമായിട്ട് കാർമേഘം ഇല്ലാതെ കണ്ട് പെയ്യുന്ന മഴയാണ്, വെള്ളമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടേക്കാണ് മനസ്സിലാക്കിയത്. നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ നമ്മൾ പൈപ്പ് സൗകര്യം വെച്ച് അവിടെ തുറന്ന വെള്ളം കിട്ടൂലേ, അതുപോലെ തന്നെ ഇവിടെ നായിട്ട് പൈപ്പ് ഉണ്ട് എന്നല്ല. നമ്മൾ ഓരോ ഏരിയയിൽ നമ്മൾ ആഗ്രഹിച്ചാൽ വേറൊരു വെള്ളമുണ്ട്. അത് സ്വർഗം പറഞ്ഞിടത്തൊക്കെ പറയുന്നുണ്ട് രജരീമിൻ തഹത്തിയല്ല എന്നാണ്. ആ വെള്ളമല്ല ഇത് വേറെ വെള്ളം. ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ നമ്മൾ ഉദ്ദേശിച്ച അന്തരീക്ഷത്തിന് വെള്ളം, പൈപ്പ് വെള്ളം വരണമായിട്ട് ഇങ്ങനെ അതാണ് മായും മസ്മായും. ഇനിയുള്ള ആയത്ത് നാളെ പറയാം. ധാരാളം ഫ്രൂട്ട്സ് ഉണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്. അത് പ്രത്യേക സീസണിന്റെ പഴല്ല, മുറിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം ആ മാങ്ങ, പിന്നെ കഴിഞ്ഞാൽ ചക്ക, പിന്നെ രണ്ടുമില്ല, പിന്നെ ആപ്പിള് അവിടെ തിന്നാനും. അങ്ങനെയല്ല, ഈ സീസൺ പഴമല്ല. നിങ്ങൾ എന്താണ് എപ്പോഴാ ഉദ്ദേശിക്കണം അപ്പഴം അവിടെ ഉണ്ട്. ആ പഴം അപ്പോഴും അവിടെ ഉണ്ട്.
അത് നാളെ അത് ഇറങ്ങിയിട്ട് ചെല്ലോ, മാർക്കറ്റിൽ വന്നിട്ട് ചെല്ലോ എന്ന് പറയില്ല. ഇവിടെയാണ്. ഇപ്പൊ മാങ്ങന്റെ സീസൺ കഴിഞ്ഞാൽ മാങ്ങ കിട്ടുമോ? ചക്കന്റെ സീസൺ കഴിഞ്ഞാൽ ചക്ക കിട്ടുമോ? ആപ്പിളിന്റെ കഴിഞ്ഞാൽ ആപ്പിൾ ഇല്ല. നമ്മളിവിടെ സീസണാണ്. അങ്ങനെയില്ല. മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറയില്ല. നമ്മളെ മനസ്സിൽ ഇന്ന പഴം എന്ന് കരുതി ആ പഴം തന്നെ. ഒന്ന് മുറിക്കപ്പെടൂല, രണ്ട് വിലക്കപ്പെടൂല. മമ്നുവ എന്ന് പറഞ്ഞാൽ അയ്യേ തീർന്നല്ലോ, നിങ്ങൾ കുറച്ച് നേരത്തെ വയ്ക്കുകയാണെങ്കിൽ കിട്ടിയിരുന്നു, അങ്ങനെയും പറയില്ല. സീസൺ അല്ലാത്തോണ്ടില്ല എന്നും പറയില്ല, ഉണ്ടായിരുന്നു തീർന്നതാണ് എന്നും പറയില്ല. രണ്ടും സ്വർഗത്തിലില്ല. അല്ലാഹുവോടെ കേറാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഗ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله. കഴിവില്ലെങ്കിലും അർഹതയില്ലെങ്കിലും ഇബാദത്തില്ലെങ്കിലും ഈമാൻ അതിന് മാത്രം മൂർച്ചയില്ലാത്തതാണെങ്കിലും നിന്റെ ഔദാര്യം കൊണ്ട് ഈ സൗകര്യ സംവിധാന സൗഭാഗ്യ കേന്ദ്രങ്ങളിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അവിടെയുള്ള പഴം നൽകണേ അല്ലാ, വെള്ളം നൽകണേ അല്ലാ. സർവോപരി അവിടെ നിന്റെ ലിഖായിൽ ആറാടാനുള്ള അൽ ഫിർദൗസുൽ അലയിലെ സൗകര്യവും നിന്റെ ഔദാര്യം കൊണ്ട് തരണേ അല്ലാ. എപ്പോഴാണ് ആ ലോകത്തേക്ക് ഞങ്ങളെ നീ കണക്കാക്കിയ ഡേറ്റ് എന്നറിയാതെ ഞങ്ങൾ ദുനിയാവിൽ കറങ്ങുകയാണ്. എന്നാണ് ആ ഡേറ്റ് കടന്നു വരുന്നതെങ്കിലും മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. നിന്റെ ഹബീബ് പറഞ്ഞതാണ്, ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ നിന്ന് അവൻ പരലോകത്ത് അവന്റെ സ്ഥാനം എവിടെയാണ് എന്ന് അറിഞ്ഞ് കൃത്യമായി കണ്ടല്ലാതെ മരിക്കൂല എന്ന് പറഞ്ഞതാണ്. അല്ലാഹ് ഞങ്ങളെ മരണത്തിന്റെ ദിവസം ആ സ്വർഗ സൗഭാഗ്യത്തിന്റെ പൂക്കുല കാണിച്ചു തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഖൽബ് അതിനെ പാകപ്പെടുത്തണേ അല്ലാഹ്. ജീവിതം അതിനെ പാകപ്പെടുത്തണേ അല്ലാഹ്. ഇബാദത്തുകൾ അതിനെ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് താ അല്ലാഹ്. അല്ലാഹുവേ, സുബൈക്ക് പള്ളിയിലിരുന്ന് നിന്റെ ഖുർആനിന്റെ ആയത്ത് അർത്ഥം വെച്ച ബറക്കത്ത് കൊണ്ട് ഞങ്ങള് ഇരുലോകത്തും ഇസ്സത്തിലാക്കണേ അല്ലാഹ്. നിന്റെ അദാബിന്റെ ചാട്ടവാറോങ്ങല്ല അല്ലാഹ്. അദാബിന്റെ ഈർച്ചവാളിൽ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങൾക്ക് നീ സമൃദ്ധമായ ഹലാലായ ദുനിയാവ് തുറന്നു തരണേ അല്ലാഹ്. സ്വന്തം കാലിൽ നിൽക്കാനും പാവങ്ങളെ സഹായിക്കാനും നല്ല സംരംഭങ്ങളിൽ കൊടുക്കാനും ആളുകൾക്ക് ഭക്ഷണം നൽകാനും ഞങ്ങൾക്ക് ഹലാലായ ദുനിയാവ് നൽകണേ അല്ലാഹ്. ഹറാമായ ദുനിയാവിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ബാധ്യതകളിൽ നിന്ന് മുക്തരായല്ലാതെ മരിപ്പിക്കല്ല അല്ലാഹ്. കടങ്ങളിൽ കൊടുക്കല്ല അല്ലാഹ്. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ്. രോഗങ്ങളിൽ തളർത്തല്ല അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്. ശത്രുക്കളാൽ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. കുടുംബത്തിന് പടച്ചവനെ സമൃദ്ധമായ രൂപത്തിൽ അവർക്ക് വഴിയൊരുക്കാനുള്ള ഭാഗ്യം നൽകണേ ഞങ്ങൾക്ക് റബ്ബേ. മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാഹ്. ഹറമുകളിൽ എത്തിക്കണേ അല്ലാഹ്.
മരണം നന്നാക്കണേ അല്ലാ. ആരാരുമില്ലാത്ത ഖബറിനെ സ്വർഗമാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിടവാങ്ങി ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളടക്കമുള്ളവർക്ക് ഖബർ സന്തോഷമാക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഈ സദസ്സിനെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ഇൽമിന്റെ അഹ്ലുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്, യാത്രക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ടാകാം. ഞങ്ങൾക്കൊക്കെ ഓരോ ഫീൽഡിലും അവരവരുടെ മേഖലകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഉയർച്ച നൽകണേ അല്ലാ. കടലിലും കരയിലും റഹ്മത്ത് നിറക്കണേ അല്ലാ. നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരണേ അല്ലാ. നീ എവിടൊക്കെയാണ് ഞങ്ങൾക്ക് ഔദാര്യങ്ങൾ മാറ്റിവെച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഹലാലായ സമൃദ്ധി നൽകണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات برحمتك يا أرحم الراحمين. صلى الله تعالى وسلم. الحمد لله رب العالمين. السلام عليكم.